ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇരുട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈകുന്നേര സമയം എന്ന് പറഞ്ഞാൽ 6 മണി കഴിയുന്ന സമയം, ഒരു 6 മണി 6:30 ആ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയം, ആ സമയങ്ങളിൽ നിങ്ങളുടെ കുട്ടികൾ വീടിന് പുറത്തിറങ്ങുന്നത് നിങ്ങൾ തടയണേ എന്ന് നബിയിനാ റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞ നബിയിനാ റസൂലുള്ളാഹി. തടഞ്ഞില്ലെങ്കിലോ ചില മാതാപിതാക്കൾ പറയും, എന്തുവാന്നറിയത്തില്ല ഉസ്താദ്, ഇവൻ എന്തൊരു ദേഷ്യവാ, ഇവന് ദേഷ്യം വരുമ്പോൾ ഇവന്റെ മുഖം കാണണം, കൈകാലൊക്കെ അങ്ങ് വിറക്കി, എന്തൊക്കെയോ ചെയ്യണം, വല്ല പറഞ്ഞ അനുസരണയില്ല, ഇതൊന്നും ചെയ്യണത് ഇവനല്ല, ദേഷ്യം വരുമ്പോ ഇവൻ ചെയ്യണതല്ല, വേറെ ആരോ ചെയ്യണത് പോലെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈകുന്നേര സമയത്ത് വെട്ടിയിൽ ഇറക്കരുത്. അതങ്ങനെ 5:45 6 മണിയാകുമ്പോഴാ എവിടെ പോണത്? ആലപ്പുഴ കടപ്പുറത്ത് പോകാൻ ഇറങ്ങണേ. ആരാ? മക്കളെയും കൊണ്ട്. എടാ നീ പോയാ പോരത്തിന് ആ പാവത്തിനെ കൂടെ. ആ സമയത്ത് എല്ലാം കൂടെ ഒരുങ്ങിക്കെട്ടി അങ്ങോട്ട് ഇറങ്ങും ഭാര്യയും മക്കളും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കുട്ടികളെ പുറത്തുവിടരുത്. കാരണം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, കാരണം അന്നേരമാണ് പിശാചുകൾ വ്യാപിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോഴെല്ലാം കൂടെ അങ്ങോട്ട് പറച്ചവനെ ഇറങ്ങണത് ഡ്യൂട്ടിക്ക് പോകാനേ, പകലല്ല. ആ വൈകുന്നേര സമയമാകണം, മലക്കുകൾ പോയി അടുത്ത മലക്കുകൾ വരുന്ന സമയം. അപ്പോഴാണ് അളിയ എഴുന്നേക്ക് പോകാം, ഇന്നത്തെ പരിപാടി തുടങ്ങണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ അങ്ങോട്ട് ഉഷാറായിട്ട് ഇറങ്ങണത്. എന്തിന്? ആ സമയത്തായി ഇറങ്ങണം. അപ്പോഴെ നോക്കുമ്പോൾ ഒരെണ്ണത്തിനെ കിട്ടി കൂടെ കൂടും. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്തോ വിശ്വാസം വരുന്നില്ലെന്ന് തോന്നുന്നു. ഞാനല്ല പറയുന്നത്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ പണ്ടത്തെ ഉമ്മമാര് വെറുതെ പറഞ്ഞല്ല, കിളവിക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു പറയണത് നമ്മൾ പറയും. പണ്ടത്തെ ഉമ്മമാര് വെറുതെ പറഞ്ഞതല്ല. രാത്രിയുടെ ഒരു ഭാഗം പോയി കഴിഞ്ഞാൽ അവരെ നിങ്ങൾ വിട്ടേക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആ സമയത്ത്, ആ വൈകുന്നേര സമയത്ത് പിടിച്ചു വെക്ക്. കുറെ കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന വൈകുന്നേര സമയത്ത് വീടിന്റെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. മഗ്രിബിന്റെ സമയം കഴിയുന്നത് വരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. അതുകൊണ്ടാണ് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് പണ്ട് വീടിനകത്ത് കയറണമെന്ന് വാപ്പ നിയമം എഴുതി വെച്ചത്. എവിടെ പോയാൽ എത്ര മണി? 6 മണിക്ക് വീടിനകത്ത് കയറിക്കൊള്ളണം. പണ്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. ഇപ്പൊ രാത്രി 12 മണിയായ ആ നിയമം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ വാപ്പ പിന്നെ നോക്കാറില്ല, വീടിന്റെ താക്കോൽ ഓന്റെ പോക്കറ്റില്ല, തുറന്നു കയറി കിടന്നോളും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, റസൂലുള്ള പറയുകയാ, വാതിലുകൾ നിങ്ങൾ അടയ്ക്കുക, അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുകയും ചെയ്യുക. വീടിന്റെ വാതിലടയ്ക്കുന്ന സമയം ബിസ്മി പറഞ്ഞുകൊണ്ട്, അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് വേണം അടയ്ക്കാൻ. തീർച്ചയായും ബിസ്മി ചൊല്ലി അടയ്ക്കപ്പെട്ട വാതില് പിശാച് ഒരിക്കലും തുറക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ബിസ്മി പറഞ്ഞടച്ച വാതിലുണ്ടല്ലോ, ഇബ്ലീസിന് ധൈര്യമില്ല മനുഷ്യ, ഇബ്ലീസിന് തുറക്കാൻ കഴിയുകയില്ല, ഇബ്ലീസിന് തുറക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ പൂട്ടിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ അത് തുറക്കാൻ ഇബ്ലീസിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്.